Dear students, welcome you all to the discussion of the question paper Advanced Mechanics of Solids for the second internal examination conducted in April 2020. So fifth question, part B le fifth question ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി 4 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ യൂട്യൂബ് സെഷനിൽ ചെയ്തു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ കാൻഡിലിവർ ബീം സപ്പോർട്ട്സ് എ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് W and a concentrated load P as shown in figure. Also it is given the length of the cantilever beam. Length തന്നിട്ടുണ്ട് 3 meter. Uniform distributed load UDL ന്റെ value 5 kilonewton per meter. Concentrated load P 8 kilonewton and EI flexural rigidity EI യുടെ value 6 meganewton meter square തന്നിട്ടുണ്ട്. You have to find out the deflection at the free end using Castigliano's theorem. കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ച് ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ്, ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് വൈ ആണ് ഡിഫ്ലക്ഷൻ ഡിനോട്ട് ചെയ്യുന്നത്. വൈ ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ പി. സോ കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ച് വൈ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ y is equal to integral 0 to L m by EI into dou m by dou p into dx. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന UDLും പോയിന്റ് ലോഡും ഫിഗറായിട്ട് വരച്ചിരിക്കുകയാണ്. സോ പി എന്ന് പറയുന്ന കോൺസെൻട്രേറ്റഡ് ലോഡ് ഉണ്ട്. നമുക്ക് മൊമെൻ്റ് ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്, എം. മൊമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ബെൻഡിങ് മൊമെൻ്റ് എം അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദി ഫ്രീ എൻഡ്. ഫ്രീ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസിലുള്ള മൊമെൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സെക്ഷൻ എക്സ് എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ സെക്ഷനിലുള്ള മൊമെൻ്റ് കണ്ടുപിടിക്കാം. സോ എം ഈസ് ഈക്വൽ ടു ഫോഴ്സ് പി ഇൻറ്റു ഡിസ്റ്റൻസ്. മൈനസ് വന്നത് ബെൻഡിങ് മൊമെൻ്റ്, പി ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് ബെൻഡിങ് മൊമെൻ്റ് ആണ് വരുന്നത്. ഓക്കെ, സോ മൈനസ് പി എക്സ് പ്ലസ് ഈ ഡബ്ല്യു എന്ന് പറയുന്നത് എക്സ്, ഡബ്ല്യു ഇൻറ്റു എക്സ് ഡിസ്റ്റൻസിലല്ല ഈ സെക്ഷൻ എടുത്തിരിക്കുന്നത്, ഡബ്ല്യു ഇൻറ്റു എക്സ്. പിന്നെ ആ ലോഡ് ആക്ട് ചെയ്യുന്നത് അറ്റ് എക്സ് ബൈ 2 ഡിസ്റ്റൻസ്, ഈ ലെങ്തിൻ്റെ ഹാഫിൽ. അങ്ങനെയാണ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2, അതാണ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതാണ് ബെൻഡിങ് മൊമെൻറ്റ്. ഓക്കെ, ദെൻ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡോ എം ബൈ ഡോ പി ഇവിടെ കണ്ടുപിടിക്കണം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി വൈ, അതിനാണ് ഡോ എം ബൈ ഡോ പി. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു പി. വിത്ത് റെസ്പെക്ട് ടു പി പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാൻ നേരം മൈനസ് എക്സ് എന്ന് വരും. ബാക്കി ഈ ടൈം എല്ലാം 0 ആണ്, കാരണം അതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. സോ ഇനി വൈ 0 ടു എൽ, ഈ കിട്ടിയ ബെൻഡിങ് മൊമെൻ്റ് എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് പി എക്സ് പ്ലസ് ഹാഫ് ഇൻറ്റു ഡബ്ല്യു ഇൻറ്റു എക്സ് സ്ക്വയർ. പിന്നെ ഓൾറെഡി ഡോ എം ബൈ ഡോ പി എന്ന് പറഞ്ഞൊരു എക്സ് ഉണ്ട്, അതാണ് ഇൻറ്റു മൈനസ് എക്സ്. പിന്നെ ഡി എക്സ് ഉണ്ട് ഡിവൈഡഡ് ബൈ ഇ എ. That is equal to 1 by EA into integral 0 to L P x square. ഈ എക്സിനെ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക. പി എക്സ് സ്ക്വയർ പ്ലസ് ഹാഫ് ഡബ്ല്യു എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ക്യൂബ്. ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. പി ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് ക്യൂബ് ബൈ 3, ഡബ്ല്യു ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് റേസ് ടു 4 by 4. ദെൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. വൈ എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടും, 1 by EA ഇൻറ്റു പി എൽ ക്യൂബ് ബൈ 3 പ്ലസ് ഡബ്ല്യു എൽ റേസ് ടു 4 by 8. ഓൾറെഡി ഈ വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എൽ തന്നിട്ടുണ്ട്, ഡബ്ല്യു തന്നിട്ടുണ്ട്, EA ഡയറക്റ്റ് ആയിട്ട് ഫ്ലെക്ചറൽ റിജിഡിറ്റി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ആൻഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് 20.43 mm എന്ന് കിട്ടും. ഡിഫ്ലക്ഷൻ അറ്റ് ദി ഫ്രീ എൻഡ് യൂസിങ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം 20.43 mm എന്ന് കിട്ടും. ഓക്കെ, അതാണ് ആൻസർ. So going to the next question, sixth question എന്ന് പറയുന്നത്, use Prandtle's method to derive the equation for the component of stress, angle of twist per unit length and torsional rigidity of a prismatic bar with elliptical cross section. Okay, actually ചോദിച്ചിരിക്കുന്ന എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ ഉള്ള ഒരു ബീമിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസ് ഓഫ് സ്ട്രെസ്, അതായത് പ്രാൻഡിൽസ് മെത്തേഡ് യൂസ് ചെയ്ത ഡെറിവേഷൻ. അത് ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ വീഡിയോ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്, യൂട്യൂബ് ക്ലാസ്സുകളിൽ. ഓക്കെ, ടോർഷൻ ഓഫ് എലിപ്റ്റിക്കൽ ക്രോസ് സെക്ഷൻ യൂസിങ് പ്രാൻഡിൽസ് മെത്തേഡ്, ഇതാണ് നമ്മൾ അന്ന് ചെയ്തത്. സോ ഓരോ സ്ട്രെസ് വാല്യൂസ് ടൗ എക്സ് ഇസഡും ടൗ വൈ ഇസഡും കണ്ടുപിടിക്കണം.
ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് തീറ്റ പെർ യൂണിറ്റ് ലെങ്തും കണ്ടുപിടിക്കാൻ ടോർഷണൽ റിജിഡിറ്റി ജി ജെ. ഇത്രയും കൂടെ കണ്ടുപിടിക്കുന്ന ഡെറിവേഷൻ ആണ് ടോട്ടൽ 10 മാർക്സ്. ഓക്കെ. ദെൻ 7th ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതെന്ന് പറയുന്നത് ടോർഷൻ ഓഫ് എ മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷൻ. മൾട്ടിപ്ലി കണക്റ്റഡ് സെക്ഷനെ ബേസ് ചെയ്തുള്ള ടോർഷന്റെ പ്രോബ്ലം ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫൈൻഡ് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് when the two-cell tubular section as shown in figure is subjected to a torque. ടോർക്കിന്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡും തന്നിട്ടുണ്ട്. 30,000 ന്യൂട്ടൺ മീറ്റർ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ജി മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ വാല്യൂം തന്നിട്ടുണ്ട്. സോ ഫിഗർ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള ഫിഗറാണ്. നിങ്ങൾ ആദ്യം തന്നെ 2 സെല്ലായിട്ട് ഡിവൈഡ് ചെയ്യുക. ഒന്നാമത്തെ സെല്ല്, രണ്ടാമത്തെ സെല്ല്, നടുക്കൊരു പോർഷൻ വരും. സോ ആദ്യം നിങ്ങൾ കിട്ടിയ ഫിഗറിൽ ഷിയർ ഫ്ലോ Q1, Q2, Q3 എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ടൈപ്പും പ്രോബ്ലംസ് നമ്മൾ യൂട്യൂബ് ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തതാണ്. So coming to the solution of 7th question, shear flow Q1, Q2 are taken in the same direction as applied torque. Okay, apply ചെയ്ത ടോർക്കിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് Q1 ഉം Q2 ഉം എടുക്കേണ്ടത്. ദെൻ Q3 എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ അസ്യൂം ചെയ്യുക. Q3 ഈസ് അസ്യൂം ടു ബി ആക്ടിങ് അപ്വേർഡ്സ്. Q3 എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആയിട്ട് ആക്ട് ചെയ്യാൻ നമ്മൾ അസ്യൂം ചെയ്യുക തന്നെയാണ്. Q1 ഉം Q2 ടോർക്ക് അപ്ലൈ ചെയ്യുന്ന അതേ ഡയറക്ഷനിൽ തന്നെ Q1 ഉം Q2 ഡയറക്ഷൻ വരയ്ക്കുക. Q3 എന്ന് പറയുന്നത് ഈ നടുക്ക് ഈ ഒരു പോർഷനിൽ വരുന്ന Q3 എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുകയാണ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ. ദെൻ കൺസിഡർ ദി ഷിയർ ഫ്ലോ അറ്റ് എനി ജംഗ്ഷൻ. ഏതെങ്കിലും ഒരു പ്രോപ്പർ ജംഗ്ഷനിലുള്ള ഈ ഒരു പോയിന്റ് എ എന്ന് പറഞ്ഞ ജംഗ്ഷനിലുള്ള ഷിയർ ഫ്ലോ കൺസിഡർ ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കൺസിഡർ ദി ഷിയർ ഫ്ലോ അറ്റ് എനി ജംഗ്ഷൻ ഓഫ് ദി ട്യൂബുലാർ സെക്ഷൻസ് എ. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ജംഗ്ഷനിലേക്ക് വരുന്ന ഷിയർ ഫ്ലോ ഈസ് ഈക്വൽ ടു ഈ ജംഗ്ഷനിൽ നിന്ന് പോകുന്ന ഷിയർ ഫ്ലോ. അതായത് Q2 ഇങ്ങോട്ട് വരുന്നതും Q2ഉം Q3യും ഈ എ എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ട് വരുന്നതാണ്. Q2ഉം Q3യും ഈ ജംഗ്ഷനിലോട്ട് വരുന്നതും Q1 ഈ ജംഗ്ഷനിൽ നിന്ന് പോകുന്നതുമാണ്. സോ അതാണ് Q2 പ്ലസ് Q3 ഈസ് ഈക്വൽ ടു Q1. സോ Q3 ഈസ് ഈക്വൽ ടു Q1 മൈനസ് Q2. ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലം ചെയ്യുന്നതിൽ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ സെല്ലും കൺസിഡർ ചെയ്യുക. ടോർക്ക് ടേക്കൺ അപ്പ് ബൈ ദി സെൽ ഫസ്റ്റ് T1 ഈസ് ഈക്വൽ ടു 2Q1 A1. A1 എന്ന് പറയുന്നത് ഓൾറെഡി ഈ ഫിഗറിനകത്ത് ഏരിയ കണ്ടുപിടിക്കുക. 30 ആണ് ലെങ്തും ബ്രെഡ്ത്തും 30/30 ആണ്. A2വിൻ്റെയും 30/30 ആണ് ലെങ്ത്. 30/30 ഫസ്റ്റ് സെല്ലിൻ്റെയും 30/30 സെക്കൻഡ് സെല്ലിൻ്റെയും 30/30 ആണ്. സോ A1ൻ്റെ വാല്യൂ 30/30 900 cm². A2ഉം 30/30 900 cm² വരും. A1ഉം A2ഉം. സോ T1 എന്ന് പറയുന്നത് 2QA1. സെൽ 2വിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ സെൽ 2വിൻ്റെ കൺസിഡർ ചെയ്യുമ്പോൾ 2Q2A2. ഓക്കെ, ഓൾറെഡി നമ്മൾ എക്സ്റ്റേണൽ ടോർക്ക് അപ്ലൈ ചെയ്തത് 2 സെല്ലുമായിട്ട് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. സോ അതാണ് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ ടോർക്ക് T അപ്ലൈഡ് ഈസ് ഈക്വൽ ടു T1 പ്ലസ് T2. ടോട്ടൽ ടോർക്കിൻ്റെ വാല്യൂ 30,000 ന്യൂട്ടൺ മീറ്റർ ഈക്വൽ ടു T1 പ്ലസ് T2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A1 A2 ഓൾറെഡി കണ്ടുപിടിച്ചു. ടോർക്ക് എക്സ്റ്റേണൽ ടോർക്ക് തന്നിട്ടുണ്ട്. ഇൻറ്റു 100 ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനെയും സെൻറ്റിമീറ്റർ ആക്കുകയാണ് ചെയ്യുന്നത്. സോ Q1 പ്ലസ് Q2 എന്ന് പറയുന്നത് ഈ വാല്യൂ കിട്ടും. Q1 പ്ലസ് Q2 ഈസ് ഈക്വൽ ടു 1666.67 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. ഇനിയും ഓരോ സെല്ലും കൺസിഡർ ചെയ്തിട്ട് ഇക്വേഷൻ അറിയാമല്ലോ. 2G തീറ്റ A1. 2G തീറ്റ A1 ഈസ് ഈക്വൽ ടു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് QdS/T. ഓക്കെ, അതായത് ഈ ഒരു സെൽ 1ൻ്റെ 4 സൈഡിലുമുള്ള ലെങ്ത് അതായത് മീഡിയൻ ലൈൻ്റെ ലെങ്ത് DS, Q എന്ന് പറഞ്ഞ ഷിയർ ഫ്ലോ തിക്നെസ് ഈ സെൽ 1ൻ്റെ 4 സൈഡിലുമുള്ള കൺസിഡർ ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ സെൽ 2വിൻ്റെയും 4 സൈഡിലുമുള്ള Q ഇൻറ്റു DS/T ചെയ്യണം. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 4 ഡയറക്ഷനിലുള്ള 1 2 3 4 1 എന്ന് പറഞ്ഞ സെല്ല്. ദെൻ ഇവിടെ എന്ന് പറയുന്നത് Q1ഉം Q3യും സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് പ്ലസ്. പിന്നെ ഈ ഒരു പോർഷനിൽ വരുന്ന Q3യുടെ വാല്യൂ എടുത്തത്. ഓക്കെ, സോ
2g theta a1 is equal to കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ ഈ ലെങ്ത് മീഡിയൻ ലൈൻ്റെ ലെങ്ത് ഇത് 30 ആണ്, ഓൾറെഡി തന്നിട്ടുണ്ട്. 30 ഇൻറ്റു Q1 ബൈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിക്നെസ് ആണ് 1.5 പ്ലസ് അടുത്തത് ഈ ലെങ്ത് മീഡിയൻ ലൈൻ്റെ ലെങ്ത് 30, ഈ ഷിയർ ഫ്ലോ Q1 തന്നെയാണ്, ഡിവൈഡ് ബൈ തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് 0.75, ഇതാണ് 0.75. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ ഈ ഒരു സെൽ 1ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4 സൈഡിലുള്ള മീഡിയൻ ലൈൻ്റെ ലെങ്ത് കറസ്പോണ്ടിങ് ഷിയർ ഫ്ലോ അതിൻ്റെ തിക്നെസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്ലസ് ലാസ്റ്റ് വരുന്നത് പ്ലസ് എന്ന് പറയുന്നത് Q1ഉം Q3യും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് ഈ ഒരു നടുക്കത്തെ ഈ ഒരു ഡയറക്ഷനും കൂടെ എടുക്കണം. ഓക്കെ, അത് പ്ലസ് വരാൻ കാര്യം രണ്ടും സെയിം ഡയറക്ഷനിലാണ്, Q1ഉം Q3യും ആണ്. ഇവിടെ 30 Q3/1 അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ തിക്നെസ് 1 സെൻറ്റിമീറ്റർ ആണ്, അതാണ് എടുത്തിരിക്കുന്നത്. സോ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. 120 Q1 പ്ലസ് 30 Q3 ഈസ് ഈക്വൽ ടു 2.88 ഇൻറ്റു 10⁻10 തീറ്റ. ഇതേപോലെ സിമിലർലി സെൽ 2ഉം കൺസിഡർ ചെയ്യുക. സെൽ 2വിൻ്റെയും ഈ ഒരു 4 സൈഡിലുമുള്ള മീഡിയൻ ലൈൻ്റെ ലെങ്ത് എസ് ds Q ബൈ തിക്നെസ്, ഓരോ തിക്നെസ്സും കൺസിഡർ ചെയ്യുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ 4 സൈഡിലും എഴുതിയതിന് ശേഷം മൈനസ് ആണ് ഇവിടെ വരുന്നത്. കാരണം ഈ ഒരു പോർഷനിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും Q2ഉം Q3യും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡയറക്ഷൻ വന്നത്. അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് ടൈമിൽ മൂന്നാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ഈ നടുക്ക് വരുന്നത്, ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന നടുക്ക് വരുന്നത് കുറയ്ക്കുന്നത് കൊണ്ടാണ് Q2ഉം Q3യും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരുന്നത്. സോ ഇതിനും കറസ്പോണ്ടിങ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 160 Q2 minus 30 Q3 is equal to 2.88 into 10⁻10 theta. So already 4 ഇക്വേഷൻ കിട്ടി, 4 അൺനോൺസ് Q1 Q2 Q3 തീറ്റ എന്ന് പറയുന്ന 4 അൺനോൺസ് ആണ്. സൈമൾട്ടേനിയസ് ആയിട്ട് സോൾവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏത് രീതിയിലും 4 ഇക്വേഷൻ ഉണ്ട്, സോൾവ് ചെയ്താൽ വാല്യൂസ് കിട്ടാവുന്നേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനിവിടെ സെക്കൻഡ് ഇക്വേഷൻ ഇങ്ങനെ എഴുതി, Q1 പ്ലസ് Q2 ഇത് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചതാണ്. മൂന്നാമത്തെ ഇക്വേഷനിൽ Q3ക്ക് പകരം Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അന്നേരം ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും. 150 Q1 മൈനസ് 30 Q2 ഇസ് ഈക്വൽ ടു 2.88 ഇൻറ്റു 10⁻10 തീറ്റ. അതേപോലെ തന്നെ നാലാമത്തെ ഇക്വേഷനിലും Q3ക്ക് പകരം Q1 മൈനസ് Q2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 3 ഇക്വേഷനും 3 അൺനോൺസും കിട്ടും. കാൽക്കുലേറ്റർ സോൾവ് ചെയ്യുക. Q1 Q2 Q3യും കിട്ടും. Q3 കിട്ടുന്നത് Q1ഉം Q2 കിട്ടിക്കഴിഞ്ഞ് Q1 മൈനസ് Q2 കണ്ടുപിടിച്ചാൽ മതി, Q3 കിട്ടും. തീറ്റയും കിട്ടും. തീറ്റ എന്ന് പറയുന്നത് വാല്യൂ ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത്, അതാണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദി ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ വാല്യൂ 3.993 ഇൻറ്റു 10⁻6 എന്ന് പറയും. അതാണ് ചെറിയൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ഇതാണ് ആൻസർ, ഫൈനൽ ആൻസർ. ഓക്കെ, സോ ഈ 2 യൂട്യൂബ് സെഷനും കണ്ട് പ്രോബ്ലം എങ്ങനെ ചെയ്യേണ്ടതെന്ന് കണ്ടുപഠിക്കുക. ഓക്കെ, താങ്ക് യു.